അങ്ങോട്ട് ഒത്തിരി പേരുണ്ടോ ഏട്ടാ? അല്ല, അങ്ങോട്ട് ഒത്തിരി വീടുണ്ടോ? അവിടെ എല്ലാം ഓക്കെ ആണോ കാര്യങ്ങൾ? നമ്മൾ ആറന്മുളയുടെ ഉൾഭാഗത്തൂടെ പോകുമ്പോൾ പല വീടുകളിൽ നിന്നും ആളുകൾ പലതരത്തിലുള്ള ഹെൽപ്പുകൾ ചോദിച്ച് വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഈ കാണുന്ന ഭാഗത്ത് നിന്ന് ഒരു ചേട്ടനും ചേച്ചിയും 2-3 വീട്ടിൽ നിന്ന് നമ്മളെ ഉച്ചത്തിൽ വിളിച്ച് അങ്ങോട്ടേക്കൊന്ന് പോകാൻ പറഞ്ഞു. അപ്പോൾ നമ്മുടെ ബോട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ്. എന്താണ് അവരുടെ ആവശ്യമെന്ന് മനസ്സിലാകുന്നില്ല. പലതരത്തിലുള്ള ആവശ്യങ്ങളാണ്. ചേച്ചി എന്താ വേണ്ടേ? ഏത് ഗുളിക? സ്ഥിരമായി കഴിക്കുന്ന ഗുളികയാണ്. ഗുളികയുടെ പാരാസെറ്റമോളോ അങ്ങനത്തെ ഒന്നും അല്ല, കാരണം പേരറിയില്ല. അതിൻ്റെ സ്ട്രിപ്പ് എടുത്തുകൊണ്ട് വരാം എന്നാണ് ആ ചേച്ചി പറയുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ആ വീടുകളിലൊക്കെ കുറേ ആളുകൾ, കുറേ അമ്മച്ചിമാർ ചേച്ചിമാരൊക്കെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് ഒത്തിരി പേരുണ്ടോ ഏട്ടാ? അല്ല, അങ്ങോട്ട് ഒത്തിരി വീടുണ്ടോ? അവിടെ എല്ലാം ഓക്കെ ആണോ കാര്യങ്ങൾ? നമ്മളങ്ങോട്ട് വരാം. സിട്രസൺ വേണം മെമ്പറെ, സിട്രസൺ വേണോന്ന്. എന്താ ഇല്ലാത്ത? മെഴുകുതിരിയില്ല. കറണ്ടില്ല. മൊബൈൽ ചാർജ് ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു മാർഗ്ഗമില്ല. ഇവിടെ ഇത്ര ആൾക്കാർ, ഞങ്ങളുടെ കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ ഇതെല്ലാം വീടുകളാണ്. പക്ഷേ ഇവരെല്ലാം ഒറ്റപ്പെട്ടൊരവസ്ഥയാണ്. ക്യാമ്പിലേക്ക് പോകാത്ത എന്താ? ക്യാമ്പിലോട്ട് വന്ന് ഞങ്ങളുടെ വീട്ടിലോട്ട് വെള്ളം കയറാത്തതുകൊണ്ട് ക്യാമ്പിലോട്ട് പോയില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ മറ്റുള്ള ആവശ്യങ്ങൾക്കൊന്നും ഒരാളും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ലെന്നുള്ള സത്യം. അതെ, ഞങ്ങൾ ഇന്നലെയും വന്നു, മെമ്പർ ഉൾപ്പെടെ വന്നിട്ടല്ലേ പോയത്. വീടുകളിൽ വെള്ളം കയറാത്തത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ക്യാമ്പിലേക്ക് പോകാത്തത്. അല്ല, അപ്പൊ തിരിഞ്ഞു നോക്കിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാണ് നമ്മള്. ഇപ്പൊ നിങ്ങൾ ഇവിടെ അത്ര അടുത്ത് വന്ന് ഒരാവശ്യങ്ങൾ ചോദിച്ചത് ആദ്യമായിട്ട് അവിടെ അവിടെ വരെ വന്നിട്ട് അങ്ങ് പോവാണ്, കൈ കാണിച്ചിട്ട് പോവാണ്. വിളിച്ചപ്പോ നിങ്ങൾ വരുന്നില്ല എന്ന് പറഞ്ഞു, സേഫ് ആണോ എന്ന് ചോദിച്ചപ്പോ ആണെന്ന് പറഞ്ഞു. അപ്പൊ നമ്മള് വെട്ടി കിടക്കുന്ന ആൾക്കാരെ എടുക്കാൻ വേണ്ടി പോയി. നിങ്ങൾ എന്തെങ്കിലും ഇപ്പൊ ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ മെഴുകുതിരിയില്ല, വെട്ടമില്ല ഞങ്ങൾ. അതായത് ഗുളിക വേണം, മെഴുകുതിരി വേണം. മെമ്പറെ, ഗുളിക വേണം, മെഴുകുതിരി വേണം. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോരുത്തർക്കും ഓരോ ആവശ്യങ്ങളാണ്. അപ്പുറത്ത് ഭക്ഷണവും വെള്ളവുമാണ്, ഇവിടെ ഗുളികയും മെഴുകുതിരിയുമാണ്. അത്തരം ആശങ്കകളൊക്കെ അവർ പറയുകയാണ്. പരിഹരിക്കും. ഇവർ ദുരിതാശ്വാസ പ്രവർത്തകർ, പഞ്ചായത്ത് മെമ്പർമാരടക്കെയാണ്. അത് പരിഹരിക്കും എന്നാണ് അവരും അറിയിച്ചിട്ടുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് മനു ബാലകൃഷ്ണനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.